എൻ്റെ അച്ചാച്ചന് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 17 വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. വളരെ സീരിയസ് ആയിരുന്നു. മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ് ഉണ്ടായിരുന്നു. രണ്ട് സൈഡിലെയും റിബ്സ് ഫ്രാക്ചറായി, ഈ ഷോൾഡർ ബോൺ ഫ്രാക്ചറായി, കാല് ഫ്രാക്ചറായി, തലയ്ക്ക് ഫ്രാക്ചറായിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ലങ്സിന് ഇഞ്ചുറി ഉണ്ടായിരുന്നു. ഈ റിബ്സ് പൊട്ടി ലങ്സിലോട്ട് പോയിട്ട് ലങ്സിൽ ബ്ലീഡിങ്ങും അതുപോലെ തന്നെ എയറും കയറി ലെഫ്റ്റ് സൈഡിലെ ലങ്സ് ഓൾമോസ്റ്റ് കൊളാപ്സ് ആയിരുന്നു. റൈറ്റ് സൈഡിലെ ലങ്സിനും ഇഞ്ചുറി ഉണ്ട്. മാക്സിമം ഓക്സിജൻ സപ്പോർട്ടിലായിരുന്നു. ഞാനിത് കേട്ടപ്പോൾ മുതൽ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു. മാതാവേ, അങ്ങയുടെ നീല അങ്കി കൊണ്ട് പൊതിഞ്ഞ അച്ചാച്ചനെ സൂക്ഷിക്കണമേ, യാതൊരു കോംപ്ലിക്കേഷനും കൂടാതെ ഞങ്ങൾക്ക് പഴയ അച്ചാച്ചനായിട്ട് തിരിച്ചു തരണമേ എന്ന് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് രാവിലെ സർജറിയുടെ അന്ന് രാവിലെ ഞാൻ ഡെയിലി ബ്ലെസ്സിങ് കൂടിയപ്പോൾ അച്ഛൻ അന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് സർജറി ചെയ്യുന്നവർക്കെല്ലാം സൈഡ് ഇഫക്റ്റ് ഒന്നും കൂടാതെ സർജറി ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇപ്പോൾ അച്ചാച്ചന് യാതൊരു വിധത്തിലുള്ള കോംപ്ലിക്കേഷൻസും ഉണ്ടാകാതെ ഡോക്ടേഴ്സ് വെന്റിലേറ്ററിൽ കിടത്തണം വരുമായിരിക്കും എന്ന് പറഞ്ഞിരുന്നതാണ്, ലങ്സ് ഇമ്പ്രൂവ് ആയില്ലെങ്കിൽ. പക്ഷേ അതെല്ലാം യാതൊരു കോംപ്ലിക്കേഷൻസും വരുത്താതെ ഇപ്പോൾ അച്ചാച്ചന് നടക്കാൻ പറ്റും.